വളരെ രസകരമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ് അല്ലെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രാഷ്ട്രീയ കേരളത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. പെണ്ണിനെ കയറി പിടിക്കുന്നത് തൊട്ട് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി വരെ ഇന്നലെ നടന്നു എന്നുള്ളതാണ് സംഭവം. 2026 ഇലക്ഷൻ 102 സീറ്റുകൾ തൂത്തുവാരി കോൺഗ്രസ് അധികാരത്തിൽ കയറിയെങ്കിലും ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വടംവലി കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ വേണോ അതോ KC വേണുഗോപാലിനെ വേണോ അതോ VD സതീശനെ വേണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിനു വേണ്ടിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തർക്കങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി MLA-മാരുടെ ഒരു യോഗം ഇന്നലെ കോൺഗ്രസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി MLA-മാർ വന്ന സമയത്ത് അവിടെ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ്. സംഭവം മുട്ടൻ കോമഡിയാണ് മക്കളെ. സംഭവം മറ്റൊന്നുമല്ലേ, ഈ MLA-മാർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് എന്താക്കി, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ രംഗം ഒന്ന് കാണിച്ചു തരാം. കണ്ണി കണ്ടവരൊക്കെ ഇയാൾ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലേ, ചിലർ ഉമ്മ വെക്കുന്നുമുണ്ട്, നല്ല കാര്യം. പക്ഷെ ഇത് ആണുങ്ങളോട് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതേ സംഭവം തന്നെ പെണ്ണുങ്ങളോട് ആവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ അങ്ങനെയും സംഭവിച്ചെന്നുള്ളതാണ്. ഈ ചെറിയാൻ ഫിലിപ്പ് എന്താക്കി, ആണുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന പോലെ ഒരു സ്ത്രീ ആയിട്ടുള്ള MLA-യും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ നോക്കി. അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ്. സംഭവം മറ്റൊന്നുമല്ല, നിയുക്ത MLA ആയിട്ടുള്ള ബിന്ദു കൃഷ്ണ ഈ പറയുന്ന യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇയാൾ എന്താക്കി, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ നോക്കി എന്നുള്ളതാണ്. അന്നേരം സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം. ബിന്ദുച്ചി നൈസായിട്ട് ആശാനവക അല്ലേ. പക്ഷെ ബിന്ദു കൃഷ്ണ തന്ത്രപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്. അതെന്തായാലും നന്നായി. എന്തായാലും ഇത് കണ്ട സമയത്ത് എനിക്ക് മറ്റേ വെള്ളിമൂങ്ങ് സിനിമയിൽ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. കാണിച്ചു തരാം. സെയിം ലേ ഇവരൊക്കെ കണ്ട് ഇറക്കിയ സീനാണെന്ന് തോന്നുന്നു ആ സിനിമയിൽ. എന്തായാലും കൊള്ളാം. മുഖത്തടി കിട്ടിയ പോലെ ഇവിടെ ചെറിയാൻ ഫിലിപ്പ് ആകെ ചീഞ്ഞു നാറിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ചെറിയാൻ ഫിലിപ്പിന്റെ കഴപ്പ്. ഇയാളുടെ കെട്ടിപ്പിടുത്തത്തിൽ നിന്നും ബിന്ദു കൃഷ്ണൻ രക്ഷപ്പെട്ടെങ്കിൽ കൂടിയും അതിൽ പെട്ടുപോയ ഒരുത്തിയുണ്ട്. അത് മറ്റാരുമല്ല, ഷാനിമോൾ ഉസ്മാൻ. ആ രംഗം ഒന്ന് കണ്ടോക്കാം നമുക്ക്. നിരീക്ഷകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചത് ഈ MLA-മാരുടെ എണ്ണം മാത്രമാകരുത് ഘടകം എന്നുള്ളൊരു പോയിന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് MLA-മാരുടെ എണ്ണത്തിൽ വലിയൊരു കോൺഫിഡൻസ് KC പക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ, അവർ വെച്ചു പുറത്തുമ്പോൾ അത് മാത്രമാകരുത് ഘടകം. പൊതുസ്ഥിതി എല്ലാ എന്തായാലും ഷാനിമോൾ ഉസ്മാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പുള്ളിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് നല്ലോണം ചെറിയാൻ ഫിലിപ്പ് മുതലെടുത്തെന്നും കൂടി പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ബിന്ദു കൃഷ്ണയെ കെട്ടിപ്പിടിക്കാൻ നോക്കിയ വകയിൽ ആൾക്കെതിരെ കേസും കൂടി വന്നു കേട്ടോ. നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടോക്കാം. നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെതിരെ കേസ്. കേരള കോൺഗ്രസ് M നേതാവ് H ഹഫീസാണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. അതെന്തായാലും നന്നായി. ആ കേസ് കൊടുത്തവൻ ഇരിക്കട്ടെ, എന്റെ വക സല്യൂട്ട്. എന്നാലല്ലേ ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? ക്യാമറക്ക് മുന്നിൽ ഈ പറഞ്ഞ ചെറിയാൻ ഫിലിപ്പിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്തുള്ളവരുടെ ഒക്കെ സ്വഭാവങ്ങളൊന്നും ആലോചിച്ച് നോക്കി. എന്നാലും സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രോളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഈ ട്രോളും കേസും ഒക്കെ ആയിട്ട് കുറച്ചു കാലം ചെറിയാൻ ഫിലിപ്പിന്റെ തലയിൽ മുണ്ടിട്ട് നടക്കണം, നടന്നേ പറ്റൂ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി ആരെന്നുള്ള വടംവലി ഇപ്പൊ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. രമേശ് ചെന്നിത്തലയെ വേണോ, KC വേണുഗോപാലിനെ വേണോ, VD സതീശനെ വേണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇതൊന്നും കോൺഗ്രസിൽ ആദ്യത്തെ സംഭവമല്ല. കോൺഗ്രസ് എപ്പോഴൊക്കെ അധികാരത്തിൽ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. മുമ്പ് ആന്റണി അധികാരത്തിൽ വന്നപ്പോഴും കരുണാകരൻ അധികാരത്തിൽ വന്നപ്പോഴും ഒക്കെ നമ്മളിത് കണ്ടതാണ്. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ. അതിനൊക്കെ LDF മക്കളെ ഞാൻ ഇവരെ പൊക്കി പറയില്ലേ കേട്ടോ. എന്നാലും പറയേണ്ടത് പറയണല്ലോ. പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അവിടെ കാര്യങ്ങൾ.
പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനെ എതിർക്കാൻ വേറെ ഒരാൾക്കും അധികാരം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ വകുപ്പും അവർ തീരുമാനിക്കും, ഇന്ന ആള് വിദ്യാഭ്യാസ മന്ത്രി ആയാൽ മതി, ഇന്ന ആള് ഗതാഗത മന്ത്രി ആയാൽ മതി എന്നുള്ളത്. അതിലടങ്കോലിടാൻ ഒരുത്തരും അവകാശമില്ല എന്നുള്ളതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ആരായിരുന്നു? KK ശൈലജ ടീച്ചർ അല്ലേ. പുള്ളിക്കാരി ആരോഗ്യമന്ത്രിയായി നിയമിച്ചു. പുള്ളിക്കാരി അടിപൊളിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. വേൾഡ് മാഗസിനിൽ വരെ പുള്ളിക്കാരുടെ ഫോട്ടോ വന്നു എന്നുള്ളതാണ്. ആ ലെവലിലായിരുന്നു പുള്ളിക്കാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. കോവിഡിന്റെ സമയത്തൊക്കെ KK ശൈലജ ടീച്ചർ കാണിച്ച പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം പിടിക്കാൻ ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ പാർട്ടിക്ക് അങ്ങോട്ട് പേടിയായി. പാർട്ടിയേക്കാൾ മുകളിൽ ശൈലജ ടീച്ചർ വരുമോ എന്നുള്ളൊരു പേടി പാർട്ടിക്ക് കുടുങ്ങി എന്നുള്ളതാണ്. അതോടെ ശൈലജ ടീച്ചർ ഒന്ന് ഒതുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അതിന്റെ തൊട്ടടുത്ത ഇലക്ഷനിൽ, അതായത് 2021 ഇലക്ഷനിൽ ഇതേമാതിരി LDF സർക്കാരത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്താണ്? നൈസായിട്ട് ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ശൈലജ ടീച്ചർ തട്ടി എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ വീണ ജോർജിനെ അങ്ങ് പ്രതിഷ്ഠിച്ചു. LDF സർക്കാർ എടുത്ത ഏറ്റവും വേസ്റ്റ് തീരുമാനങ്ങളിൽ ഒന്നാണ് അതെന്ന് പറയാതെ വയ്യ. ഈ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? പുള്ളിക്കാരി സത്യപ്രതിജ്ഞ ചെയ്ത വഴിക്ക് പോയതാണ്, പിന്നെ എവിടെയും കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒന്ന് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കോൺട്രിബ്യൂഷനും പുള്ളിക്കാരി നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവസാനം ജനങ്ങൾ വരെ പുള്ളിക്കാരിനെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം 2026 ഇലക്ഷൻ എത്തിയ സമയത്ത് ജനങ്ങൾ അങ്ങ് പൊട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതേപോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അവസ്ഥ എന്ന് പറയുന്നത്. 10 വർഷം ഇയാൾ സുഖമായിട്ട് അങ്ങോട്ട് ഭരിച്ചു അല്ലേ. ആരും തിരിച്ചു പറയാനില്ല, ആരും എതിർക്കാനും ഇല്ല. മൂപ്പര് ഇഷ്ടംപോലെ അങ്ങോട്ട് ഭരണം കാഴ്ചവെച്ച്. എനിക്ക് തോന്നുന്നത് അവസാനക്കായ സമയത്ത് മൂപ്പർക്ക് ഭരിച്ചങ്ങ് മടുത്തു എന്ന് തോന്നുന്നു. ഞാൻ ഭരിക്കാനുള്ള ഭരിച്ച്, ഞാൻ എടുക്കാനുള്ളത് എടുത്ത്, ഞാൻ മുടിപ്പിക്കാനുള്ളതൊക്കെ മുടിപ്പിച്ചു, ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നൊരു ഭാവമായിരുന്നു അവസാന കാലഘട്ടങ്ങളിലെ മൂപ്പർക്ക് അല്ലേ. ഇതാണ് LDFന്റെ കാര്യം എന്ന് പറയുന്നത്. BJPന്റെ കാര്യം ഏകദേശം സിമിലർ ആണ് കേട്ടോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇതൊന്നും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏൽക്കില്ല മക്കളെ. ഇവിടെ അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപിടി കൂടിയേ പറ്റൂ. എന്തായാലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടി കൂടുതലായ സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്തെന്ന് അറിയോ? തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന് വിട്ടു. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാണെങ്കിൽ കോൺഗ്രസിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഹൈക്കമാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഒക്കെ തന്നെ. ഇവര് വേണം ഇനി മുഖ്യമന്ത്രി ആരെ വേണമെന്ന് തീരുമാനിക്കാൻ. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ ഹൈക്കമാൻഡ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ വിജയിച്ച് കയറിയ കോൺഗ്രസ് MLA-മാർക്കിടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണോ, അതോ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കണോ, അതോ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണോ എന്നുള്ള കാര്യത്തിൽ ഈ 3 ആൾക്കാരെ വെച്ചിട്ടൊരു വോട്ടെടുപ്പ് നടത്തും. അതിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരെ ആയിരിക്കും മുഖ്യമന്ത്രി ആയിട്ട് നിയമിക്കുക. എന്തായാലും ഇങ്ങനെ ഒരു വോട്ടെടുപ്പ് ഹൈക്കമാൻഡ് നടത്തുകയും ചെയ്ത് കേട്ടോ. അങ്ങനെ നടത്തിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് KC വേണുഗോപാലിനാണ്. നിലവിൽ 46 MLA-മാരാണ് KC വേണുഗോപാലിന് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആലപ്പുഴയിലെ നിയുക്ത MP ആണ് ഈ പറഞ്ഞ KC വേണുഗോപാൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഇയാൾ കോൺഗ്രസിന്റെ എന്തോ വലിയ ജനറൽ സെക്രട്ടറി ഒക്കെയാണ്, രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളുമാണ്. അപ്പൊ MLA-മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സോപ്പിട്ട് നിർത്താനും ഒക്കെ ഏറ്റവും ബെറ്റർ ആരാണ്? KC വേണുഗോപാലാണ്. അത് കണ്ടിട്ടാണ് എല്ലാവരും കൂടി KC വേണുഗോപാലിന് വോട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് 8 MLA-മാരാണ്. അതുപോലെ തന്നെ VD സതീശന് വോട്ട് ചെയ്തതോ വെറും 6 MLA-മാരും. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം. പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ അനുസരിച്ച് നിരീക്ഷക സംഘം അതാ സംസ്ഥാനങ്ങളിൽ എത്തും. അവിടെ MLA-മാരുടെ ഈ ഒറ്റയ്ക്കൊറ്റ കാണുന്നു പൊതുവെ പതിവില്ലെങ്കിൽ MLA-മാരുടെ ഫീഡ്ബാക്ക് എടുക്കും. പിന്നീട് ഘടകകക്ഷി നേതാക്കളെ കാണും. പിന്നീട് മുതിർന്ന നേതാക്കളെ കാണും. MP-മാരുടെ ഫീഡ്ബാക്ക് എടുക്കും. അറ്റ് ലാസ്റ്റ് തീരുമാനം വരുന്ന ഹൈക്കമാൻഡിൽ നിന്നാണ്. പൊതുവെ ഈ MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രം ഒരാളെ മുഖ്യമന്ത്രിയാക്കിയ കീഴ്വഴക്കമൊന്നും ഹൈക്കമാൻഡില്ല. ഇത് നിർണായകമാണെന്നതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ ഘടകങ്ങൾ കൂടി ഹൈക്കമാൻഡ് പരിഗണിക്കും, മറ്റ് ഒന്നിലേറെ ഘടകങ്ങൾ, ഒന്നിലേറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിയാണ് പൊതുവെ മുഖ്യമന്ത്രി ഈ പറയുന്ന കാൻഡിഡേറ്റ്ഷിപ്പ്, ഈ CM ഷിപ്പ് അവിടെ കൊടുക്കാറുള്ളത്. ഇനി മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കൂടി പരിഗണിക്കുമോ? ഈ MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രം ഈ പറഞ്ഞതുപോലെ ഒരാളിലേക്ക് AICC ചുരുങ്ങുമോ, ഒരു പേരിലേക്ക് ചുരുങ്ങുമോ? സുഹൈല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ക്ലെയിമുള്ള നേതാക്കൾ, അതായത് നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ക്ലെയിം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ കേൾക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യമായി AICC വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ പ്രധാനം KC വേണുഗോപാലിനൊപ്പമാണ് ഈ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ബഹുഭൂരിപക്ഷം പിന്തുണയുള്ളത്. നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതിൽ സാങ്കേതിക പ്രശ്നം, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ സമാനമായി തന്നെ തർക്കമുടലെടുത്തപ്പോൾ അവിടെ ഹൈക്കമാൻഡ് കണ്ടെത്തിയ ഫോർമുല തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ കൂടുതൽ ഏത് നേതാവിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ ഇത് നടക്കില്ല കേട്ടോ. സംഭവം ശരിയൊക്കെ തന്നെ, MLA-മാരുടെ പിന്തുണ കൂടുതലും KC വേണുഗോപാലിനായിരിക്കും. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ പൊതുവികാരം VD സതീശനൊപ്പമാണ്, പറയാതെ വയ്യ. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ മനുഷ്യൻ ഇലക്ഷൻ സമയത്ത് ഓടി നടന്നതുകൊണ്ടും കൂടിയാണ് ഇന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ആ മനുഷ്യൻ ഇലക്ഷന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ അച്ചട്ടായി എന്നുള്ളതാണ്. കോൺഗ്രസ് 100 സീറ്റിന് മുകളിൽ വിജയിച്ചു വരുമെന്ന് പറഞ്ഞു, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു ഡസനോളം മന്ത്രിമാർ 8 നില പൊട്ടുമെന്ന് പറഞ്ഞു, 13 മന്ത്രിമാർ പൊട്ടി. അങ്ങനെ ഇയാൾ എന്തൊക്കെ പ്രവചിച്ചോ അതൊക്കെ നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങേര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാണെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും ഇങ്ങേര് സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
ഒന്നും വേണ്ട, ഇങ്ങനെ ഷാരിഖ് ഷംസുദ്ദീന്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. അതൊന്ന് കണ്ടാൽ മാത്രം മതി ഇങ്ങനെ ഏത് ലെവലാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും റീച്ച് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു അത്. 20 ലക്ഷത്തിനടുത്ത ആളുകൾ കണ്ട് പോഡ്കാസ്റ്റ്. ഇങ്ങനെ എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്ന് അറിയോ? വാ തുറന്നു പോകും. ഇന്നേ വരെ കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രിയും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് കേരളത്തിലെ ഭാവി വിദ്യാഭ്യാസത്തെ കുറിച്ച്, ഭാവി വികസനത്തെ കുറിച്ച്, ഡ്രഗ് മാഫിയകളെ എങ്ങനെ തുടച്ചു നീക്കുമെന്നതിനെ കുറിച്ച്, ഇവിടെ പോർട്ട് ബിസിനസ് വരുത്തുന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം സംസാരിച്ചു വെക്കുന്നുണ്ട്. ഭയങ്കര ലോങ് ടേം വിഷനും പെർസ്പെക്റ്റീവുമാണ് ഇങ്ങേർക്കെന്ന് പറയാതെ വയ്യ. അത് ഇങ്ങേരുടെ ജസ്റ്റ് 2-3 ഇന്റർവ്യൂകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. വേറെ ലെവലാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ മനുഷ്യനല്ലാതെ വേറൊരു മനുഷ്യരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സങ്കല്പിക്കാൻ പോലും കേരളത്തിലെ ജനതകൾക്ക് പറ്റൂല. അതിന് വയ്യ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും കോൺഗ്രസിന്റെ താല്പര്യം കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ്. അതിപ്പോ അവിടെ വി ഡി സതീശന്റെയും കെ സി വേണുഗോപാലിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലായിടത്തും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ റീസെന്റ് ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അവർ വിജയിച്ച 2-3 സ്ഥലങ്ങളുടെ നടന്ന സംഭവങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. അതിൽ ആദ്യത്തെ ഉദാഹരണമായി നമുക്ക് രാജസ്ഥാൻ തന്നെ എടുക്കാം. അവിടെ കോൺഗ്രസ് വിജയിച്ച സമയത്ത് കോൺഗ്രസിന് വേണ്ടി ഓടി നടന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു. പുള്ളിക്കാരനാകും അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരന് പകരം അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് പ്രതിഷ്ഠിച്ചത് ആരെയാണ്? അശ്വന്ത് ഗാരോട്ട് എന്ന് പറയുന്ന ഒരു പണിയും എടുക്കാത്ത ഒരു മനുഷ്യനെയാണ്. ഇതേപോലെ തന്നെയാണ് കർണാടകയിലും സംഭവിച്ചത്. ഇലക്ഷന് സമയത്ത് കർണാടകയിൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തത് ആരാണ്? ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ഒരു നേതാവാണ്. കോൺഗ്രസ് അവിടെ ജയിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ട് പ്രതിഷ്ഠിച്ചത് ആരെയാണ്? സിദ്ധരാമയ്യയാണ്. സെയിം സിനാരിയോ ആണ് തെലങ്കാനയിലും നടന്നത്. കോൺഗ്രസ് എവിടേക്ക് വിജയിക്കുന്നോ അവിടേക്ക് നടക്കുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. അവിടെ കോൺഗ്രസിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഒരാളും ഇവര് മുഖ്യമന്ത്രിയാക്കുന്നത് വേറെ ആളെ. ഇപ്പൊ കേരളത്തിലും ഈ ഒരു രീതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. എന്നാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ. സീനിയോറിറ്റി എന്ന പ്രയോഗം വരുന്നുണ്ടോ? സീനിയോറിറ്റി നമുക്ക് നോക്കാം. ഈ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എന്ത് സീനിയോറിറ്റിയാണ് ഇവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ടത്? നമുക്ക് 2018 മധ്യപ്രദേശിലെ തെരഞ്ഞെടുക്കാം. 2018 മധ്യപ്രദേശിൽ നഷ്ടമായത് എങ്ങനെയാണ്? ജ്യോതിരാദിത്യ എന്ന ഒരു യുവ നേതാവ് അവിടെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ നിൽക്കുന്നു. ജ്യോതിരാദിത്യയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സീനിയറായ കമൽനാഥിനെ ഡൽഹിയിൽ നിന്നാണ് കമൽനാഥിനെ തീരുമാനിച്ചത്. കമൽനാഥ് മുഖ്യമന്ത്രിയാകും. പിന്നീട് മധ്യപ്രദേശ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങോട്ടാണ് പോയത്? അത് നമ്മുടെ മുന്നിൽ. അടുത്തത് എവിടെയാണ്? രാജസ്ഥാനിൽ. അതേ വർഷമാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് എന്ന യുവ നേതാവ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നു, പ്രകടനങ്ങൾ നയിക്കുന്നു, റാലികൾ നയിക്കുന്നു, ആവേശോജ്വലമായ പ്രസംഗങ്ങൾ നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അധികാരമാക്കാൻ കൊടുക്കുന്നത് ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നു അശോക് ഗെഹ്ലോട്ട്, അല്ലേ? പിന്നെ രാജസ്ഥാൻ കിട്ടിയോ? രാജസ്ഥാനും പോയി. രാജസ്ഥാനെ കൊണ്ടാണ് ബിജെപിക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിൽ അനുഭവം. ഇനി നമ്മുടെ അടുത്തത് കർണാടകയിലേക്ക് പോകും. 2023 ഡി കെ ശിവകുമാർ എന്ന ക്രൗഡ് പില്ലർ മുന്നിൽ നിന്ന് നന്നായി നയിച്ചു, നല്ല രീതിയിൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തു. അവിടെ പക്ഷേ മുഖ്യമന്ത്രി സീനിയറായ സിദ്ധരാമയ്യ തീരുമാനിക്കുന്നു. അതും ടേം വ്യവസ്ഥയ്ക്ക് ആദ്യം പറഞ്ഞു, അട്ടങ്ങളിലേക്ക് പിന്നെ എത്തിയിട്ടില്ല നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ച വിജയം അവിടെ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ സീനിയോറിറ്റി എന്ന ഒറ്റ ഘടകം മാത്രം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഫലം എന്നുള്ളത്. അതെ, അതത്രേ ഉള്ളൂ. ഇത്തവണ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല എങ്കിൽ അടിവരയിട്ട് കോൺഗ്രസിനെ ജനങ്ങൾ അടപടലം മൂഞ്ചിപ്പിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഉള്ളത് പറയാലോ, ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും വേഴ്സ്റ്റ് സ്ട്രക്ചറുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ. കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ പട്ടിപ്പണി എടുക്കുന്നത് ഒരാളും അധികാരത്തിൽ കയറുന്നത് വേറൊരാളും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ എല്ലായിടത്തും പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇതൊന്നും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വരെ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് നാളെയും അനുവർത്തിക്കുന്നത്. തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയേ പറ്റൂ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി വി ഡി സതീശന് പകരം കെ സി വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി ആക്കി പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ അറിയാലോ, നിലവിൽ കെ സി വേണുഗോപാൽ ഇവിടുത്തെ MLA കൂടിയല്ലേ, ഇയാൾ MP ആണ്, ആലപ്പുഴയിലെ MP ആണ്. ഇനി ഇയാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നാണെങ്കിൽ 6 മാസം മാത്രമേ ഇയാൾക്ക് കേരളം ഭരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിൽ ഇയാൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിലവിലെ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് MLAക്ക് വേണ്ടി എവിടെയെങ്കിലും മത്സരിക്കണം, എന്നിട്ട് മത്സരിച്ച് വിജയിക്കണം. അങ്ങനെ വിജയിച്ചാൽ മാത്രമേ 6 മാസങ്ങൾക്ക് ഇപ്പുറം ഇങ്ങൾക്ക് തുടർന്ന് മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് നമുക്ക് കേട്ടോക്കാം. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് നേരിടേണ്ടി വരും. ഒന്ന്, കെ സി വേണുഗോപാലിനെ നിയമസഭയിലേക്ക് എത്തിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് നടക്കണം. അതിന് ഏതെങ്കിലും ഒരു MLA രാജിവെച്ചതിന് ശേഷം മാത്രമായിരിക്കും കെ സി വേണുഗോപാലിനെ മത്സരിക്കാനാകുക. അതൊരു ഉപതെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, കെ സി വേണുഗോപാൽ ഒഴിയുന്ന നിലവിലെ പാർലമെന്റ് സ്ഥാനമായ അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്വമായ ആലപ്പുഴയിൽ നിന്നുള്ള MP സ്ഥാനമാണ് അദ്ദേഹം ഒഴിയുന്നത്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്. അതങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ 2 ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറാനാകുമെന്ന് കെ സി വേണുഗോപാലിന് ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളതാണ് പ്രധാനം. സാധിക്കും. സ്വപ്നത്തിൽ പോലും കെ സി വേണുഗോപാൽ അങ്ങനെ സാധിക്കുമെന്ന് കരുതേ വേണ്ട. ഇനി അഥവാ വി ഡി സതീശനെ അടിച്ചിട്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാണെങ്കിൽ ജനങ്ങൾ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂപ്പര് പിടിക്കും. ഉള്ളത് പറയാലോ, 8 നിലയിൽ അങ്ങ് പൊട്ടിച്ചു വിടും. അതിൽ യാതൊരു സംശയവും വേണ്ട. ലാസ്റ്റ് കയ്യിലുള്ള MP സ്ഥാനം കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാകും കെ സി വേണുഗോപാലിന്. അതിന് വെറുതെ നിൽക്കണ്ട. അതിലും ഭേദം ആ വി ഡി സതീശൻ അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേക്കും. അതോടുകൂടി അങ്ങോട്ട് തീർന്നല്ലോ. എന്തായാലും ഒരു പണിയും എടുക്കാതെ അധികാരത്തിന് വേണ്ടി ആക്രാന്തം കൂട്ടുന്നുണ്ട് കെ സി വേണുഗോപാൽ. വല്ലാണ്ട് അങ്ങ് ആക്രാന്തം കാണിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാണെങ്കിൽ ഉള്ള സ്ഥാനം കൂടി അങ്ങ് നഷ്ടപ്പെടുത്തുള്ളൂ. അത്രേ KC വേണുഗോപാലിനോട് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഉടനെ തന്നെ അതിനൊരു തീരുമാനമാകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അതിന്റെ ഇടയിൽ കൂടി ഒരു മുട്ടൻ സംഭവം വേറെ നടന്നു കേട്ടോ. ഈ അധികാരത്തിന് വേണ്ടിയുള്ള അടിപിടി മുതലാക്കിക്കൊണ്ട് മറ്റൊരു മനുഷ്യന് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ആരാണെന്ന് അറിയോ? കൊല്ലം കുണ്ടറയിലെ ജനങ്ങൾ പൊട്ടിച്ചു വിട്ട വണ്ണിന്റെ ഉള്ളിൽ റോബിൻ രാധാകൃഷ്ണൻ. മൂപ്പരെന്തോ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. നന്ദി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നന്ദിയോ? എന്തിനാ നന്ദി? ജനങ്ങൾ നിന്നെ പൊട്ടിച്ചു വിട്ടേനോ? അതിന് നീ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല മോനെ. നീ ബാക്കി പറഞ്ഞാലും. ഞാനൊരു കുണ്ടറക്കാരനല്ലാഞ്ഞിട്ട് കൂടി ഏകദേശം 19,000 വോട്ട് അടുപ്പിച്ച് എനിക്ക് ലഭിച്ചു. എനിക്ക് വേണ്ടി സിൻസിയറായിട്ട് വോട്ട് ചെയ്ത എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, കുണ്ടറയിലെ എല്ലാ ജനങ്ങൾക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും പുച്ഛമായിട്ട് അല്ലെങ്കിൽ കഷ്ടമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്തായാലും ജയിച്ചു അല്ലെ, കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ മെയിൻ സ്ട്രീം ചാനൽസിൽ കുറച്ച് ന്യൂസ് കണ്ടതാണ്. അവരുടെ CM ആകാൻ വേണ്ടിയുള്ള ഒരു അടി, അതിൽ തന്നെ സത്യം പറയാൻ തർക്കം. അത് മാത്രമല്ല, അവരുടെ ഈ നേതാക്കളുടെ ഫ്ലെക്സുകൾ പല സ്ഥലത്തും അവരുടെ തന്നെ പ്രവർത്തകര് വലിച്ചു കീറുന്നതായിട്ടും കണ്ടു. സത്യം പറഞ്ഞ പുച്ഛം തോന്നി, കഷ്ടം തന്നെ തോന്നി, പരമ കഷ്ടം. അങ്ങനെ കഷ്ടം തോന്നാൻ മാത്രം നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് മോനെ? ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്തുള്ള നിന്റെ കോമാളിത്തരങ്ങളൊക്കെ എതിരും മുകളിലായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അവര് വിജയിച്ച പാർട്ടിയാണ്, നിന്നെ പോലെ തോറ്റ പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ നിന്നേക്കാളും അന്തസ് അവർക്കുണ്ട് കേട്ടോ. അവൻ കഷ്ടം അളക്കാൻ വന്നേക്കുന്നു. ബാക്കി പറഞ്ഞാലും കഷ്ടം. എന്തായാലും നമ്മള് BJP-കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, മനസ്സിലായില്ലേ? നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതെ, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നത്. അധികം എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. ബാക്കി പറഞ്ഞാലും. പിന്നെ അഭിമാനത്തോടെ എനിക്ക് പറയാം, ഞാനൊരു BJP-കാരനാണ്. ഭയങ്കര അഭിമാനമാണ്. ആ അഭിമാനം കെട്ടിപ്പിടിച്ചങ്ങ് വീട്ടിൽ കുത്തിരുന്നാൽ മതി കേട്ടോ. അവർ അഭിമാനിക്കാൻ വന്നേക്കുന്നു. തോറ്റാലെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ. ബാക്കി പറഞ്ഞാലും. അല്ലാതെ ഈ പറഞ്ഞ പ്രവർത്തകർ ലീഡേഴ്സിന്റെ ഫ്ലക്സും കാര്യങ്ങളെല്ലാം വലിച്ചു കീറുന്ന രീതിയിൽ അത്രയും തഴുതാർന്ന ഒരു പാർട്ടിയിലല്ല ഞാൻ എന്നുള്ളത് എനിക്ക് സന്തോഷപൂർവ്വം പറയാം. അതെ, അങ്ങനെ ചെയ്യുന്ന പാർട്ടിയൊന്നുമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് വർഗീയതയുടെ പേരിൽ ജനങ്ങൾ തമ്മിൽ തല്ലിക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഞങ്ങളുടെ പാർട്ടി ചെയ്യുന്നത്. അല്ല റോബിനെ? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ നമുക്കിവിടെ മനസ്സമാധാനെങ്കിലും കിട്ടും. അധികാരത്തിലുള്ള ആൾക്കാർ അടിപിടി കൂടുന്നെങ്കിൽ കൂടിയും അത് പൊതുജനത്തെ ബാധിക്കാറില്ല. പക്ഷെ ഇവരൊക്കെ അധികാരത്തിൽ വന്നാലുണ്ടല്ലോ, ചിന്തിക്കാനും കൂടി വയ്യ. എന്റെ അമ്മോ, നാട് വിടുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പം ഇത് ആർക്കെങ്കിലും ഇത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഇത് പരമമായ സത്യം മാത്രമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അല്ലെ, ഇന്നത്തെ ന്യൂസ് ചാനൽസിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ലെ, മോശമായിട്ടുള്ളൊരു കാര്യം. മോശം. അവസാനമുള്ള ആശാന് പുഞ്ചിരി നോക്കി നിങ്ങൾ, താമര വിരിയുന്ന പോലുള്ള ഒരു പുഞ്ചിരി അല്ലേ? ഇവനെ സംബന്ധിച്ചിടത്തോളം തോറ്റത്തിന് ശേഷം സ്വയം ന്യായീകരിക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു. അത് കാരണം തന്നെ ഇവനെ മുണ്ടാതെ സൈഡിൽ കൂടെ പോയിരുന്നു. അപ്പൊ ഇവന് ന്യായീകരിക്കാൻ ഒരു അവസരം കിട്ടി. അതും വെച്ച് ന്യായീകരിക്കാൻ ഇറങ്ങിയേക്കുവാണ് ആശാൻ. ഡയറക്റ്റ് സ്വയം ന്യായീകരിച്ചു കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും ഊക്കി വിടുമേ. അഖിൽമാരാറേയും അഞ്ജലി നായരൊക്കെ ഊക്കി വിട്ടതുപോലെ. അപ്പൊ ഇതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് ന്യായീകരിക്കാമല്ലോ. മറ്റുള്ള പാർട്ടികൾ പോലെയുള്ള ഞങ്ങളുടെ പാർട്ടികൾ ഒറ്റക്കെട്ടാണെന്ന് മൂപ്പര് നൈസായിട്ട് ഇടയിൽ കൂടെ പറഞ്ഞു വെക്കാണ്. എന്തിനാണ്? സ്വയം ന്യായീകരിക്കാൻ വേണ്ടിട്ട് തന്നെ. ആശാന ബുദ്ധിയൊക്കെ ഇങ്ങള് വല്ലാത്തൊരു ബുദ്ധി തന്നെ അല്ലേ? എന്തായാലും കൊള്ളാൻ കേട്ടോ റോബിനെ, നിന്റെ ഇടയിൽ കൂടെയുള്ള ന്യായീകരണം കൊള്ളാം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിവേ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.